ലക്ഷണമൊത്ത ദേവാലയ സംഗീതത്തെ പറ്റിയുള്ള ഭാവാത്മകമായ ഒരു ചർച്ചയിലേക്ക് വീണ്ടും ക്ഷണിക്കുന്നു. ഞാൻ ഫാദർ ജോസഫ് പാലക്കൽ CMI. ഇതിന് നേതൃത്വം നൽകുന്നത് സംഗീതാചാര്യനായ ശ്രീ ചെറി അമൽദേവ്. ഒരു ക്രിസ്തീയ ഭക്തിഗാനം, പ്രത്യേകിച്ച് ആരാധനക്രമത്തിലുള്ള ഗാനം, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കണം? അതായത് the melody should be very simple. The range of melody, range എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാ ടു സാ ആണോ, സരിഗമ പദനിസ 8 നോട്ട് വേണോ, അല്ലെങ്കിൽ അത് കുറവ് വേണോ, അല്ലെങ്കിൽ അതിൽ അല്പം കൂടണോ എന്നുള്ള ആ റേഞ്ചിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ സംയമനം പാലിക്കണം. പിന്നെ ഓർക്കസ്ട്രയ്ക്ക് അതിപ്രസരം കൊടുക്കരുത്. പള്ളിയിൽ ഇപ്പോൾ ഭയങ്കര വോളിയത്തിലാണ് ഇത് കേൾക്കുന്നത്, അത് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ കൺട്രോൾ ഓവർ ദ സോങ് വെറുതെ കൈവിട്ട കളിയായിരിക്കരുത്. മാത്രമല്ല ഇത് ജനങ്ങളാണ് പാടാനുള്ളത്, അപ്പോൾ കഴിയുന്നതും സിമ്പിൾ ബീറ്റ് എടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ദൈവപിതാ സ്നേഹമയ ആദരവോടെയ്താ പാരിടവും വാണിടവും ഞങ്ങളെ വാഴ്ത്തുന്നു, വാഴ്ത്തി നമിക്കുന്നു. ഇപ്പോൾ പറയാനും ഈസി, പാടാനും ഈസി. ദൈവസുതാ ത്യാഗമയ ആദരവോടെയ്താ, ദൈവസുതാ ത്യാഗമയ ആദരവോടെയ്താ, വാനിടവും പാരിടവും അങ്ങയെ വാഴ്ത്തുന്നു, വാഴ്ത്തി നമിക്കുന്നു, വാനിടവും പാരിടവും അങ്ങയെ വാഴ്ത്തുന്നു, വാഴ്ത്തി നമിക്കുന്നു. ആത്മപരാ അഗ്നിമയാ ആദരവോടെയ്താ, ആത്മപരാ അഗ്നിമയാ ആദരവോടെയ്താ, വാനിടവും പാരിടവും അങ്ങയെ വാഴ്ത്തുന്നു, വാഴ്ത്തി നമിക്കുന്നു, വാനിടവും പാരിടവും അങ്ങയെ വാഴ്ത്തുന്നു, വാഴ്ത്തി നമിക്കുന്നു. I would like to say a few words about this song particularly. ഇത് ത്രിത്വസ്തുതിയാണ്. ഒന്നാമത്തെ സ്റ്റാൻസയിൽ ദൈവപിത, രണ്ടാമത്തെ സ്റ്റാൻസയിൽ ജീസസ് ക്രൈസ്റ്റിനെ പറ്റി, മൂന്നാമത്തേൽ പരിശുദ്ധാത്മാവിനെ പറ്റി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആക്ച്വലി ദൈവപിത സ്നേഹമയ അങ്ങനെയൊക്കെ 2 വാക്കുകൾ മാത്രമേ വ്യത്യസ്തമായിട്ട് മറ്റ് സ്റ്റാൻസകളിൽ വരുന്നുള്ളൂ. ഇതൊരു എന്താ പറയുക, ഇത് ടെക്നീക്ക് ഓഫ് മേക്കിംഗ് ദ സോങ് ഈസി ഫോർ ദി കോൺഗ്രിഗേഷൻ ടു സിംഗ്. Actually, this kind of idea was brought by the charismatic groups in general, which is a good thing. Another point is that the range again is very short range. Sani dha pa da ga ma pa pa sani dha da ri sani sari ga ma mavare vannullu magari sani da pa ma ga. അപ്പോൾ ഗാ ടു ഗാ is 8 നോട്ട്, പിന്നെ ഒരു അരക്കട്ട കൂടി, അപ്പോൾ 9 നോട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ സിംപ്ലിസിറ്റിയും അതേസമയം നമുക്കൊരു എന്തെങ്കിലും കുറവുള്ളതായിട്ട് നമുക്ക് തോന്നാത്ത വിധത്തിൽ. പിന്നെ ഇൻസ്ട്രുമെൻ്റ് ഞാൻ ഇതിൻ്റെ അകത്ത് ചൂസ് ചെയ്തിരിക്കുന്ന ബഹളം കൂട്ടുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് അല്ല. ഒരു മാൻഡലിൻ്റെ ഒരു ഇംഗ്ലീഷ് ഹോൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ, അതായത് സാക്സഫോണൊക്കെ പള്ളിയിൽ ഉപയോഗിക്കുന്ന വർഷത്തിലാണ്. ബിക്കോസ് സാക്സ് ഇസ് യൂസ്ഡ് ഓൺലി ഫോർ ഡാൻസ് ഹാൾസ് ആൻഡ് ഓൾ. അത് സിനിമയിൽ വല്ല പ്രേമഗാനമൊക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് സാക്സഫോൺ. അത് നമ്മൾ പള്ളിയിലൊക്കെ ഉപയോഗിക്കുന്നത് അറിവുകേടാണ്. അപ്പോൾ ഐ ജസ്റ്റ് വാണ്ട് ടു പോയിന്റ് ഔട്ട് എ ഫ്യൂ ഓഫ് ദീസ്.